പ്രേമ ഈ ഇസ്രയേല് ഗാസയിൽ ഈ അടുത്തിടെ കഴിഞ്ഞ കഴിഞ്ഞ യുദ്ധത്തിൽ ഇസ്രയേൽ ഉപയോഗിച്ച യുദ്ധോപകരണങ്ങൾ ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ യുദ്ധോപകരണങ്ങളാണ് ഇസ്രയേൽ കൂടുതലും ഉപയോഗിച്ചത് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിപ്പോഴാണ് വരുന്നത്. യുദ്ധം ഏതാണ്ട് കഴിഞ്ഞു, അവിടെ സമാധാന ചർച്ച ഏതാണ്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ ഒരു തെല്ല അതിശയത്തോടെ ഇവിടുത്തെ ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. മുഖ്യധാര മാധ്യമങ്ങളിൽ പിന്നെ മീഡിയ ഒന്നും അതിനെ അപലപിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പറയുക, അതിനിങ്ങനെ പ്രത്യേകിച്ച് അപലപിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നമ്മളെ യുദ്ധോപകരണങ്ങൾ അത് ഇഷ്ടമുള്ള രാജ്യങ്ങൾ നമ്മളിന്ന് വാങ്ങും, ഉപയോഗിക്കും. ഇസ്രയേലിന് കൊടുത്തതിനെയും ഇസ്രയേൽ അതിനെ ഉപയോഗിച്ചതിനൊക്കെയാണ് ചർച്ചയാക്കിയത്. ചേട്ടൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. ഒരു മാധ്യമം അതിനെ അപലപിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. വാർത്തയുണ്ട്, അപലപിച്ചിട്ടില്ല, വാർത്തയുണ്ട്. വലിയ തലക്കെട്ടായിട്ട് എന്തോ വലിയ അപരാധം ചെയ്ത മട്ടില് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതെ, ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പൊ ചേട്ടൻ ഒരു പശുവിനെ വളർത്തി, അത് മറ്റൊരു കക്ഷിക്ക് വിറ്റു. ഈ കക്ഷി ആ പശുവിനെ കൊണ്ടുപോയി പാടത്ത് കെട്ടിയെന്ന് കരുതുക. അയ്യോ, എൻ്റെ പശുവിനെ പാടത്ത് കെട്ടിയേ എന്നും പറഞ്ഞ് പരാതിപ്പെടാൻ ചേട്ടൻ അവകാശമുണ്ടോ? ഞാൻ തൊഴുത്തിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്, നിങ്ങൾ എന്തിനാ പാടത്ത് കൊണ്ട് കെട്ടിയത് എന്ന് ചോദിക്കാൻ ആ പശുവിനെ വിറ്റ ചേട്ടൻ അവകാശമുണ്ടോ? വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ട കാര്യമില്ല, ആണ് ഉടമസ്ഥാവകാശം പോയല്ലോ. അതെ, ഒരു മിനിമം ഒരു കച്ചവടത്തിൻ്റെ ഒരു മര്യാദയാണത്. നമ്മളൊരു സാധനം വിറ്റാൽ അത് വാങ്ങിയാൽ അതെന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാനോ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അവകാശമോ വിറ്റയാൾക്കില്ല. എന്ത് സാധനമായിരുന്നാലും. ഇപ്പം നമ്മൾ ഇസ്രയേലിന് ഒരു യുദ്ധോപകരണം വിറ്റു എന്നിരിക്കട്ടെ, അത് അവിടുത്തെ മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടിയല്ല. ഏത് രാജ്യവും ഏത് സൈനിക ഉപകരണവും വാങ്ങുന്നത് അതാത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും മറ്റും കരുതിയിട്ടാണ്. അല്ലാണ്ട് നിങ്ങൾ വാങ്ങിച്ചോ, പക്ഷേ മറ്റേ CID മൂസെ പറയുന്നത് പോലെ തോക്ക് തരാം പക്ഷെ പൊട്ടിക്കരുത്, തൂക്കിയിട്ടുണ്ട് നടന്നോണം എന്ന് പറയുന്ന ഒരു യുക്തി മനസ്സിലാകുന്നില്ല. അതവിടെ നിൽക്കട്ടെ, ഇനി പോട്ടെ. ഇനി ഇവർ മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി കൊടുത്തേക്കുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ സംഘടന, അത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. അവർ നൽകിയിരിക്കുന്ന വാർത്തയിൽ 2023 ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് 2563 ഷിപ്മെൻറ്റുകളിലായിട്ട്, അതായത് അത്രയും തവണ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ ഇസ്രയേലിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ അതിൻ്റെ കണക്കുകളൊക്കെ നോക്കുമ്പോൾ വെടിക്കോപ്പുകളുണ്ട്, ഡ്രോൺ വാർഹെഡുകളുണ്ട്, സ്ഫോടക വസ്തുക്കളുണ്ട്, പിന്നെ എന്തൊക്കെ ആയുധങ്ങളുണ്ടോ ഒരുവിധപ്പെട്ട ആയുധങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ശരി, അപ്പോൾ അതിൽ മറ്റൊരു അപരാധം പറയുന്നത് ഏതാണ്ട് 9ഓളം കമ്പനികളാണ് ഇന്ത്യയിൽ നിന്ന് ഇതങ്ങോട്ട് കൊടുത്തത്. അതിൽ സ്വകാര്യ കമ്പനികളുമുണ്ട്, ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനികളും കൊടുത്തിട്ടുണ്ട്. അതും ശരി, അംഗീകരിക്കുന്നു, അതൊക്കെ വാസ്തവം തന്നെയാണ്, ഇതൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇത്രയും വില കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണെന്നും അല്ലെങ്കിൽ ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ആംനസ്റ്റി ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അവരുടെ നിഗമനം എന്ന തരത്തിലാണ് ഇന്ത്യ ചെയ്തത് വലിയ മനുഷ്യാവകാശ ലംഘനവും അന്താരാഷ്ട്ര യുദ്ധക്കുറ്റമാണെന്നും ആ തരത്തിലല്ല ആംനസ്റ്റി പറഞ്ഞതായിട്ട് വലിയ വെണ്ടക്കാക്ഷരത്തിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആംനസ്റ്റി തന്നെ മുമ്പൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇവരിപ്പോൾ 2023 ഒക്ടോബർ 7 മുതലാണെന്നുള്ളതാണല്ലോ. അപ്പോൾ അന്ന് ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്നാണ് ഈ ഹമാസ് ഇസ്രയേലിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് അവിടെ ഏതാണ്ട് 1000-ലധികം പേരെ നിഷ്ഠൂരം കൊന്നു തള്ളിയത്. അപ്പോൾ അതിനുശേഷമാണ് ഇസ്രയേൽ കണ്ണും മൂക്കും നോക്കാതെ ഇങ്ങോട്ട് കയറി അടിയോടടി തുടങ്ങിയത്. ഉള്ള കാര്യം പറയണമല്ലോ, 60,000-ലധികം പേര് ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ വലിയൊരു പങ്ക് നിരപരാധികളാണ്, വലിയൊരു പങ്ക് സ്ത്രീകളും കുട്ടികളുമാണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഇസ്രയേലിൻ്റെ തലയിൽ വെച്ച് കെട്ടാനൊക്കത്തില്ല. ഈ ഹമാസ് വലിയ രീതിയിൽ അതിന് ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം ഇതേ ആംനസ്റ്റി ഇൻ്റർനാഷണൽ തന്നെ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടുണ്ട്. അത് പുറത്തുവിട്ടത് 2025 ഡിസംബറിലാണ്. അന്നത്തെ റിപ്പോർട്ടിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഹമാസ് വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഇസ്രയേലിൽ ഹമാസ് കടന്നു കയറി അപ്പോൾ നടത്തിയ ആക്രമണം ബോധപൂർവം സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ലക്ഷ്യം വെച്ച് അവരെ കൊന്നു തള്ളണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ
നിരായുധരായിട്ടുള്ളവരുടെ നേരെയാണ് ആക്രമണം നടത്തിയെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുശേഷം 100 കണക്കിന് പേര് ഇവർ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി. അവരുടെ അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തവർ അല്ലെങ്കിൽ പിടിച്ചു വെച്ചവർക്ക് മനുഷ്യത്വരഹിതമായ സമീപനമാണ് അവർക്ക് നേരെ ഉണ്ടായത്. ഇത് പോരാത്തതിന് ഈ പറയുന്ന ഹമാസ് ഈ ഗസയിലെ മനുഷ്യവാസമുള്ള ഏരിയകളിൽ ഇവരുടെ സൈനിക സാന്നിധ്യം സ്വയം സ്ഥാപിച്ചിട്ട് അങ്ങനെ സാധാരണക്കാരായ ആൾക്കാരെ പോലും ഈ യുദ്ധത്തിന്റെ കെടുതികളിൽപ്പെടുത്തി അവരെ ജീവനില്ലാതാക്കുന്ന നിലപാടെടുത്തത് ഈ ഹമാസ് ആണെന്ന് ഈ പറയുന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഴയ റിപ്പോർട്ടായ, അതായത് കഷ്ടിച്ച് 1 വർഷം മുമ്പുള്ള റിപ്പോർട്ടായതുകൊണ്ട് ഈ ചേട്ടന്മാരൊക്കെ അതൊക്കെ മറന്നുപോയതായിരിക്കും. ഏതായാലും അവർക്ക് ഇപ്പോൾ കിട്ടിയൊരു വാർത്ത ഇത് മാത്രമാണ്. ഇനി എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഹൈ എക്സ്പ്ലോസീവ് ആർട്ടിലറി ഷെല്ലുകൾ, സ്കൈ സ്ട്രൈക്കർ ലോയിറ്ററിംഗ് മ്യൂണിഷൻ, പിന്നെ 3,90,516 ചെറിയ ആയുധം, 5,64,970 സ്ഫോടക വസ്തുക്കൾ, സൈനിക വാഹനങ്ങളുടെ 298 ഭാഗങ്ങൾ, ഇതൊക്കെയാണ്. അതായത് ഇതിൻ്റെയൊക്കെ കൃത്യ എണ്ണ സഹിതം വാർത്തയായിട്ടുണ്ട്. ശരി, ഇനി ഇതിൻ്റെ പിന്നിലെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി പറഞ്ഞുതരാം. ഇന്ത്യയും ഇസ്രയേലുമായിട്ട് ദീർഘകാലമായിട്ട്, കുറേ കാലമായിട്ട് പ്രതിരോധ കരാറുകൾ നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ആയുധം കൊടുത്തതിലാണല്ലോ ഇത്ര വലിയ പരാതി. ഒരു പഴയ ചരിത്രം പറയാം. 99 കാർഗിൽ, അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. ഒരു പക്ഷേ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം കൃത്യസമയത്ത് നമ്മുടെ പിന്നിൽ അണിനിരന്നില്ലായിരുന്നുവെങ്കിൽ ഈ കാർഗിൽ വിജയ ദിവസം നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം പ്രകൃതിയാൽ വലിയ പ്രതിബന്ധമായിരുന്നു ഈ കാർഗിൽ എന്ന് പറയുന്നത്. കാരണം മലയിടുക്കുകളിലും മറ്റുമൊക്കെ ഈ ഭീകരർ ഒളിഞ്ഞിരുന്നുകൊണ്ടാണ്, അതായത് മലയുടെ മുകളിൽ നിന്നുകൊണ്ട് താഴോട്ട് ആക്രമണം നടത്തുകയാണ്. നമുക്കൊരു പരിധിക്കപ്പുറം വരെ പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇസ്രയേൽ, അന്ന് ഇന്ത്യയും ഇസ്രയേലുമായിട്ട് ഇത്ര പരസ്യമായ ബന്ധങ്ങളൊന്നുമില്ല. ഒരു പരിധി വരെ ഇസ്രയേലിനെ നമ്മൾ ഒരു മറയത്ത് നിർത്തിയേക്കുകയായിരുന്നു. എന്നിട്ടും നമ്മൾ ഇസ്രയേലുമായിട്ട് എന്തോ തരത്തിലുള്ള ചെറിയ നയതന്ത്ര ബന്ധം ഉണ്ടാക്കി കൊഷ്ടിച്ചൊരു 3-4 മാസേ ആയിട്ടുള്ളൂ. ഇസ്രയേൽ ഇന്ത്യയുടെ സഹായത്തിന് വന്നു. സഹായത്തിന് വന്നത് വെറുതെ അല്ല, നമ്മുടെ ഈ മലയിടുക്കുകളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നവരെ കണ്ടെത്താൻ ആവശ്യമായ നിരീക്ഷണ ഡ്രോണുകൾ അവർ നമുക്ക് തന്നു. ഇത് കൂടാതെ മിറാഷ് എന്ന് പറയുന്ന യുദ്ധവിമാനമുണ്ട് നമ്മുടെ കയ്യിൽ. ആ യുദ്ധവിമാനം ഉപയോഗിച്ച് നമുക്ക് ആക്രമിക്കാൻ പറ്റും. പക്ഷേ ഈ കാടടച്ച് വെടിവെക്കുന്ന പോലെ പറ്റുള്ളൂ. അപ്പോൾ ലേസർ ഗൈഡഡ് ബോംബുകൾ വേണം, അത് കൃത്യം ലക്ഷ്യത്തിലെത്തണം. അപ്പോൾ ആ ലേസർ ഗൈഡഡ് ബോംബുകൾ ഇസ്രയേലാണ് നമുക്ക് തന്നത്. അത് ഈ ലേസർ ഗൈഡഡ് ബോംബുകൾ തന്നത് മാത്രമല്ല, അത് ഈ മിറാഷ് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാനുള്ള സാങ്കേതിക പരിവർത്തനവും ഇസ്രയേൽ തന്നു. അതിലും വലിയൊരു സംഭാവന നൽകിയത് ആ സമയത്ത് പാകിസ്ഥാനും അമേരിക്കയുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണ്. നമുക്ക് ഈ ഉപഗ്രഹ സംവിധാനങ്ങളൊന്നും ആ സമയത്ത് അത്രയ്ക്കില്ല. അപ്പോൾ നമ്മൾ അമേരിക്കയുടെ GPS സാങ്കേതിക വിദ്യ ചോദിച്ചു, ഞങ്ങൾക്ക് ഉപഗ്രഹ സഹായം വേണം. അമേരിക്ക തന്നില്ല. അപ്പോൾ രഹസ്യമായിട്ട് സാറ്റലൈറ്റ് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് രഹസ്യ വിവരങ്ങൾ, ഇൻ്റലിജൻസ് വിവരങ്ങൾ നൽകിയത് ഇസ്രയേലാണ്. പക്ഷേ ഇത് ഈ കഴിഞ്ഞ കാലയളവിലാണ് ഇതൊക്കെ പുറത്തോട്ട് വന്നത്. അതങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വന്നു. ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴും നമ്മൾ ഇവരുടെ ഈ നിരീക്ഷണ ഡ്രോണുകളടക്കം, ഹറോൺ എന്നൊക്കെയാണ് അതിൻ്റെ പേര്, അതടക്കം ഇസ്രയേലിൻ്റെതായിരുന്നു. ബാരാക് 8 എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ സാങ്കേതിക വിദ്യയിലുള്ളതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ പരസ്യപ്പെടുത്തിയിരുന്നില്ല. ഇസ്രയേലിന്റെ ആയുധങ്ങൾ നമ്മൾ വ്യാപകമായി ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ പരസ്യപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഞങ്ങളുടെ ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചു, അത് യുദ്ധമേഖലയിൽ വളരെ ഫലപ്രദമായിരുന്നു എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. പോട്ടെ, അതും കളാം. നമ്മൾ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷമാണ് ഇസ്രയേലുമായിട്ട് വലിയ രീതിയിലൊരു സഹകരണം തുടങ്ങിയത്. അത് മുമ്പ് വരെ ഒരു വാക്കാലുള്ള സഹകരണം മറ്റുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള ഈ ആയുധ കരാറുകൾ അടക്കം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കണക്ക് പറയാം. 2020-24 സമയത്ത് ഇന്ത്യയും ഇസ്രയേലുമായിട്ട് 1.7 ലക്ഷം കോടിയുടെ ആയുധ കരാറാണ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഇസ്രയേൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതല്ല, നമ്മൾ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാര്യമാണ് പറയുന്നത്. 2026 മോദി വീണ്ടും ഇസ്രയേലിൽ പോയപ്പോൾ $71,500 കോടി കരാറാണ് ഉണ്ടാക്കിയത്. അതും ഇസ്രയേൽ ഇവിടുന്ന് വാങ്ങുന്നതെന്നല്ല, നമ്മൾ
അപ്പൊ സാമാന്യ യുക്തിക്ക് ഒരു സംശയം തോന്നാം, ചേടാ ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടം നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യവും. അപ്പോ നമ്മൾ ആയുധം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഇസ്രയേലിലേക്ക് നമ്മൾ ആയുധങ്ങൾ കൊടുത്തു എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കൽ പ്രശ്നമുണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോ നമ്മുടെ ഭരണാധികാരികൾ അത്യാവശ്യം മൂളയുള്ളത് കൊണ്ട് ഇത്രയും വലിയ പ്രതിരോധ കരാറുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യവസ്ഥയും കൂടി ഇസ്രയേലുമായിട്ട് ഉണ്ടാക്കിയിരുന്നു. നമ്മൾ ഇത്രയും ആയുധങ്ങൾ വാങ്ങാം, പക്ഷേ അതിന്റെ അസംബ്ലിംഗ് അടക്കമുള്ളത് ഇന്ത്യയിൽ നടത്തണം. ഇസ്രയേലിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. അവരൊരു ചെറിയ രാജ്യമാണ്, അവർക്ക് സ്ഥലപരിമിതിയുണ്ട്, അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. പക്ഷെ അത് വെച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ഫാക്ടറികളോ അല്ലെങ്കിൽ ലേബറോ തൊഴിലാളികളോ സ്ഥല സൗകര്യമോ പരിമിതമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തേക്ക്, വിശാലമായ ഒരു രാജ്യമാണല്ലോ, അവരവരുടെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും. ഏതാണ്ട് 9ഓളം കമ്പനികൾ, അത് പറയുകയാണെങ്കിൽ നമ്മുടെ അദാനി, പ്രൈവറ്റ് മേഖലയിൽ അദാനി ഒരു മെയിൻ പങ്കാളിയാണ്. അപ്പോൾ അദാനിയും ഇസ്രായേൽ കമ്പനിയുമായ എൽബിറ്റ് സിസ്റ്റംസ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ നേരത്തെ പറഞ്ഞ ഹെറോൺ എന്ന് പറയുന്ന ഡ്രോൺ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ അദാനിയുടെ ഇന്ത്യയിലെ പ്ലാന്റിൽ ഈ ഡ്രോൺ സംവിധാനം പൂർണ്ണതോതിൽ 100% റെഡി ടു യൂസ് കണ്ടീഷനിൽ ഇറങ്ങുന്നു എന്ന അർത്ഥമില്ല അതിന്. അതിൻ്റെ ഫ്യൂസലേജ് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതായത് അതിൻ്റെ പുറംചട്ട അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ ഫൈനൽ അസംബ്ലിംഗ് നടക്കുന്നത് ഇസ്രായേലിലാണ്. അല്ല, അപ്പോൾ ഫൈനൽ അസംബ്ലിംഗ് നടക്കണമെങ്കിൽ ഇവിടുത്തെ ഈ പകുതി ഉണ്ടാക്കിയ സാധനം അങ്ങോട്ട് ചെല്ലണമല്ലോ. അപ്പൊ ഇതാണ് ഇവിടുന്ന് പോയ കയറ്റുമതിയിലേറെയും ഈ രീതിയിൽ. അതിനെയും അങ്ങനെ തന്നെ പറഞ്ഞുണ്ടാക്കി. ഈ പറയുന്ന ഷിപ്മെന്റുകളിൽ, അതായത് 2563 തവണ ഈ പറയുന്ന 2023 ഒക്ടോബർ 7 ശേഷം ഇത്രയും കപ്പലുകൾ പോയി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു 90% ഇസ്രയേലിന്റെ സാമഗ്രികൾ ഇവിടെ അസംബിൾ ചെയ്ത സാധനം നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം ഇവിടുത്തെ ഫാക്ടറികളിൽ, അതിപ്പോൾ നമ്മുടെ ഈ ബെൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം പോലും ഇസ്രയേലുമായിട്ട് ധാരണയിലുണ്ട്. ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആയുധങ്ങൾ അതിന്റെ ഒന്നെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായി കൊടുക്കണം. ഇതാണ് വാസ്തവത്തിൽ ഈ പോയ ഷിപ്മെന്റുകളിലേറെയും. അപ്പോൾ ഇത് അത്യാവശ്യം, ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണിത്. സത്യമാണ്, ഇസ്രയേലും ഇന്ത്യയുമായിട്ട് വലിയ രീതിയിൽ കരാറുണ്ട് എന്ന് വെച്ചുകൊണ്ട് ഇവിടെ ആയുധങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി നിങ്ങൾ ഹമാസിനെ തല്ലി പൊട്ടിക്കേ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ആയുധം കടത്തി വിടുന്നു എന്ന് അതിനർത്ഥമില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രതിരോധ സഹകരണ കരാർ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിൽ പല വ്യവസ്ഥകളും അറിയാത്തതല്ലേ? അല്ല, അറിയാം. ഇത് വാസ്തവത്തില് ഹമാസിലെ അവിടുത്തെ അല്ലെങ്കിൽ ഹമാസിന്റെ പേരില് അവിടുത്തെ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നതിന്റെ ചോര മോദിയുടെ കയ്യിലുണ്ട് എന്ന് വരുത്തണം. അന്ധമായ മോദി വിരോധമാണ് ഇത്തരം വാർത്തകൾ. ചെക്ക് ചെയ്തപ്പോ കിട്ടിയതുപോലെ തന്നെ അവരും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, സ്വാഭാവികമാണ്. എന്നിട്ട് അതിനെ ബോധപൂർവ്വം മറച്ചു വെച്ചു. അതായത് ഇത്തരം വാർത്ത പടച്ചു വിടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം കിട്ടുന്നൊരു വിവരമാണ്. ഉറപ്പായിട്ടും നമ്മൾ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അവിടെ ഉണ്ടാകണമല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. തുർക്കി പാകിസ്ഥാനിലോട്ട് കുറെ ആയുധങ്ങൾ കൊണ്ട് കൊടുത്തല്ലോ. ആ കാര്യത്തിൽ ഇവർക്ക് ആശങ്ക ഉണ്ടാവോ? അപ്പൊ എല്ലാ രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമെന്നേ. ആത്യന്തികമായിട്ട് ഇത് കച്ചവടമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ പഴയകാല പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ GDPയുടെ ഏതാണ്ട് പകുതിയോളമായിരുന്നു. അതായത് സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മൊത്തം രാജ്യത്തിന്റെ വരുമാനത്തിന്റെ പകുതിയോളം ചെലവാക്കുന്നു. ആ പറയുന്ന തുക മുഴുവനും ഏതാണ്ട് പകുതിക്ക് മേൽ നമ്മൾ വിദേശങ്ങളിൽ നിന്ന് ആയുധം വാങ്ങാൻ വേണ്ടി എടുത്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ആ രാജ്യം ഇപ്പോ കയറ്റുമതി ചെയ്ത് കാശ് ഇങ്ങോട്ടുണ്ടാക്കി നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ, പഴയ ഇന്ത്യ അല്ലല്ലോ ഇപ്പോഴത്തെ ഇന്ത്യ. അപ്പൊ അതിൽ ഇവർക്ക് എന്താ അഭിപ്രായം? ആയുധ കച്ചവടം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോ 1 കിലോ അരി നമ്മുടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ല. പക്ഷെ അതേ വലിപ്പമുള്ള 1 കിലോ വരുന്ന ഒരു സൈനിക ആയുധത്തിന് എത്രയായിരിക്കും വില? ഒരു സൈനിക ആയുധത്തിന് കോടികളാണ് വില വരുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിലയാണ്. ഇപ്പൊ ഒരു യുദ്ധവിമാനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത വിലയാണ്. അപ്പൊ അത്രയ്ക്ക് മൂല്യവത്തായ സാധനങ്ങൾ ഇന്ത്യ ഇവിടെ നിർമ്മിച്ച് പല രാജ്യങ്ങൾക്ക് വിൽക്കട്ടെന്നേ. എന്താ കുഴപ്പം? പണ്ട് നമ്മളിതൊക്കെ നമ്മുടെ
നികുതി വർധനേ, പണം വരുമാനം ഉപയോഗിച്ച് വരട്ടെ. വിദേശത്ത് നിന്ന് വാങ്ങുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ നമ്മൾ വിറ്റു, ശരി, ഇസ്രായേലിലടക്കം വിറ്റു. അതിപ്പോ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക. അവരെങ്ങനെ ഇത്ര വലിയ സാമ്പത്തിക ശക്തിയായത്? യുദ്ധോപകരണങ്ങൾ വിറ്റൊക്കെ തന്നെയാണ്. ഇത് തന്നെ. പല രാജ്യത്തും യുദ്ധമുണ്ടാക്കി അവിടെ യുദ്ധം തന്നെയാണ് അവരുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ സ്പോൺസർ ചെയ്ത് അവർക്ക് വേണ്ട ആയുധങ്ങൾ എത്തിച്ചു കൊടുത്താണ് അമേരിക്ക ഇത്ര വലിയ സമ്പന്നരായത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഒരിടത്ത് യുദ്ധം ഉണ്ടാക്കാൻ പോയിട്ടില്ല, പക്ഷെ ആയുധങ്ങൾ വേണ്ടവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യും, കാശ് മേടിക്കും, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കും. അതിനിങ്ങനെ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ആയുധങ്ങൾ ആര് വേണേ മേടിച്ചോട്ടെ, ഏതായാലും തീവ്രവാദികൾക്ക് നമ്മൾ ഈ ആയുധങ്ങൾ കൊടുക്കുന്നില്ല. പിന്നെ ഈ ഹമാസിന് കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് സന്തോഷമായേനെ. അല്ല, ഇസ്രയേലിന് കൊടുത്തു എന്നുള്ളതാണ് അവർക്കൊക്കെ. അല്ലെ, ആർക്ക് വേണേ കൊടുത്തോട്ടെ. ഒരു അംഗീകൃത ഒരു പരമാധികാര രാഷ്ട്രത്തിനാണോ കൊടുത്തത്? അത് കഴിഞ്ഞാൽ ആ ആയുധം ഉപയോഗിച്ച് അത് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കണമോ അതോ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അതാത് രാജ്യമാണ്. അതിൽ നമുക്ക് ബാധ്യതയില്ല. അപ്പൊ അതിത്ര വലിയ വാർത്തയാക്കേണ്ട കാര്യം എന്താ?